ഇപ്പോൾ കവടിയാറിലെ രാജ്ഭവൻ മാർച്ച് വീണ്ടും രാജ്ഭവൻ ഏറ്റവും അടുത്തെത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കനത്ത പോലീസ് ബന്ദോബസ്താണ് അവിടെ ഉള്ളത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. ഇത് SFIക്കാരാണോ DYFI ആണോ? DYFIയുടെ മാർച്ചാണ് ഇപ്പോൾ രാജ്ഭവനിൽ എത്തിയിരിക്കുന്നത്. ജലപീരങ്കി DYFIക്കാർക്ക് നേരെ ഉപയോഗിക്കുകയാണ്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, യഥാർത്ഥത്തിൽ എവിടെ വെച്ചാണ് ഈ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച ഈ പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നത്? രാജ്ഭവന്റെ പ്രധാനപ്പെട്ട കവാടത്തിന് മീറ്ററുകൾക്ക് മുമ്പ് ഏതാണ്ട് ഒരു 30 മീറ്ററുകൾക്ക് ഇപ്പുറം വെള്ളയമ്പലം കഴിഞ്ഞ് രാജ്ഭവനിലേക്ക് വരുന്നതിനിടയിലാണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് സാധാരണഗതിയിൽ ഇത്തരത്തിൽ രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ, മാർച്ചുകളൊക്കെ തടയുക. അവിടെ തന്നെ പോലീസ് ഈ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നത്. SFIയുടെ മാർച്ച് പോയി തൊട്ടു പിന്നാലെ DYFIയുടെ പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്ക് എത്തി. രൂക്ഷമായ മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തകർ എത്തിയത്. വന്ന പാടെ തന്നെ അവർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അതിന് നേർക്ക്, അവരുടെ സമരത്തിന് നേർക്ക്, ബാരിക്കേഡ് ഭേദിക്കാനുള്ള DYFI പ്രവർത്തകരുടെ ശ്രമത്തിന് നേർക്ക് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇത് രണ്ടാമത്തെ തവണ പോലീസ് രൂക്ഷമായ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. രൂക്ഷമായ മുദ്രാവാക്യം ഉയർത്തി DYFI പ്രക്ഷോഭ രംഗത്താണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഗവർണർ പോരെ, പ്രത്യേകിച്ച് ഇതിൽ വൈസ് ചാൻസലർ കൂടി ഈ ഭാരതാംബ വിവാദത്തിൽ കക്ഷി ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ അത് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ തെരുവിൽ വൈസ് ചാൻസലറെയും ഗവർണറെയും നേരിടുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് ഈ സമരങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അവർ നടത്തിക്കഴിയുകയും ചെയ്തു. നേരത്തെ SFI പ്രവർത്തകർ പറഞ്ഞത് തെരുവിൽ ഗവർണറെ ഭരണഘടന പഠിപ്പിക്കും, ഭരണഘടന പഠിക്കാൻ ഗവർണർ തയ്യാറായില്ലെങ്കിൽ ഗവർണറെ തെരുവിൽ ഭരണഘടന പഠിപ്പിക്കും, വിരട്ട് ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് SFI പ്രവർത്തകർ നേരത്തെ മുന്നറിയിപ്പ് നൽകി അവർ ആ സമരം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് പോയത്. തൊട്ട് പിന്നാലെയാണ് DYFIയുടെ രൂക്ഷമായ സമരം. അത് മൂന്നാമത്തെ തവണയും DYFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് അകത്ത് കടക്കാനുള്ള ശ്രമം നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് വലിയ തോതിൽ അപ്പുറത്ത് നിന്ന് ബാരിക്കേഡ് ഉപയോഗിച്ച് അവരെ പോലീസിന്റെ ഷീൽഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയുന്നുണ്ട്. പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് ചാടി കടന്നിരിക്കുന്നു. അതിന് തൊട്ടു മുന്നിലാണ് ഈ ജലപീരങ്കി വാഹനം. അവിടെ നിരവധി പോലീസുകാർ നിലയുറപ്പിച്ചിട്ട് പോലീസിന്റെ വലിയ ബന്ദോബസ്ത് അവിടെയുണ്ട്. അത് ഒരു സുരക്ഷാ മേഖല കൂടിയാണ്. പ്രവർത്തകർ അവിടെ നിന്ന് രാജ്ഭവനിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ പോലീസിന്റെ വീഴ്ചയെ അത് വിലയിരുത്തപ്പെടും. വലിയ സുരക്ഷാ ലംഘനമായി അത് വിലയിരുത്തപ്പെടും. പ്രോട്ടോകോൾ ലംഘനമായി അത് വിലയിരുത്തപ്പെടും. വലിയ പ്രതിഷേധം DYFI പ്രവർത്തകർ ഉയർത്തുന്നു. കൂടുതൽ DYFI പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് ചാടിക്കടക്കുന്നുള്ള ശ്രമം നടക്കുന്നു. അകത്ത് പോലീസുമായ ഒരു ഉന്തും തള്ളും വാക്കേറ്റവും, അതായത് അകത്തേക്ക് ചാടിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുന്നു. പോലീസ് ആ പ്രവർത്തകർക്ക് നേരെ ലാത്തി പ്രയോഗിക്കുക എന്നുള്ള ശ്രമം പോലീസും പ്രവർത്തകരും തമ്മിൽ അകത്ത് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ഒരു രൂക്ഷമായ വാക്കേറ്റത്തിലേക്കും കയ്യാങ്കളിയിലേക്കും നീങ്ങുന്നു. പോലീസിന് പക്ഷേ ലാത്തി പ്രയോഗിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം പോലീസിന് അവിടെ സുരക്ഷ പാലിച്ചേ മതിയാകും, ഇല്ലെങ്കിൽ പോലീസ് നാളെ മറുപടി പറയേണ്ടി വരും. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു സുരക്ഷാ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല നിലകൊണ്ടിരിക്കുന്ന ഇപ്പോൾ DYFI നടന്ന രാജ്ഭവൻ മാർച്ച് നേരിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന ദൃശ്യമാണ് നമ്മളോട് പറയുന്നത്. ഇപ്പോൾ റിനു ശ്രീധർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. റിനു, ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ ചാടിക്കടന്ന DYFIക്കാരെ പോലീസ് തടഞ്ഞിരിക്കുകയാണല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന്? അല്പസമയം മുമ്പ് SFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് വലിയ മാർച്ചുമായി എത്തി. അതിനുശേഷം തൊട്ടു പിന്നാലെയാണ് DYFI പ്രവർത്തകരും ഈ രാജ്ഭവനിലേക്ക് ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇവിടേക്ക് എത്തിയത്. പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ ബാരിക്കേഡ് കടന്ന് ഇപ്പുറത്തേക്ക് DYFI പ്രവർത്തകർ ചാടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരെ പോലീസ് ബന്ദോബസ്തിൽ ആക്കി നിർത്തിയിരിക്കുകയാണ്. പോലീസുമായി ഇവർ വലിയ തോതിൽ ഉന്തും തള്ളും നടക്കുകയാണ്. ഇവിടെ ബാരിക്കേഡ് തകർക്കുവാനുള്ള ഒരു ശ്രമമാണ് DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. പോലീസ് ഈ ബാരിക്കേഡ് ചാടിക്കടന്ന് ഇപ്പുറത്തേക്ക് വന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. അതിനെ തടയുവാൻ വേണ്ടി DYFI പ്രവർത്തകരും ബലം പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. ബാരിക്കേഡ് തകർത്ത് അല്ലെങ്കിൽ കടന്നിപ്പുറത്തേക്ക് വന്നവരെ തിരികെ അപ്പുറത്തേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ്. പക്ഷേ കൂടുതൽ പേർ ആ ബാരിക്കേഡ് കടന്ന് ഇപ്പുറത്തേക്ക് വരുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പോലീസ് അവരെ ആ കസ്റ്റഡിയിലേക്ക് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ബലം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനവർ കൂട്ടാക്കുന്നില്ല. പോലീസുമായി വലിയ രീതിയിൽ ഉന്തും തള്ളലും ബലപ്രയോഗം നടക്കുന്നു എന്നുള്ളതാണ് കണ്ടോൺമെന്റ് ACP
സ്റ്റുവർട്ട് കില്ലറും അതുപോലെ തന്നെ ACP ഉൾപ്പെടെയുള്ളവർ, സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ആ സംഭവ സ്ഥലത്ത് ഉണ്ട്. പോലീസുമായി വലിയ രീതിയിലുള്ള വാക്കേറ്റം, ഉന്തും തള്ളലും, ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ അടക്കം വാക്പോരിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. പോലീസുമായി വലിയ ബലപ്രയോഗത്തിലേക്ക് പോയിരിക്കുന്നു. പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തു നീക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. പക്ഷേ പകുതി കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്കാണ്. കുറച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാത്രമാണ് ഇവിടേക്ക് ചാടിക്കടന്നത്. അവരെയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കുവാനും ഒപ്പം ബലം പ്രയോഗിച്ച് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് നീക്കുവാനുമുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷെ അവർ പിന്നോട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, സർവകലാശാലയിലെ കാവിക്കൊടി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്ട്രാറെ അല്പസമയങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോയത്. എന്തായാലും അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് SFIയും DYFIയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തിയത്. SFI പ്രതിഷേധ മാർച്ച് ഇവിടെ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് DYFIയും വലിയ രീതിയിലുള്ള ഒരു മാർച്ചിലേക്ക് കടന്നത്. അല്ലെങ്കിൽ ജലപീരങ്കി ഇവർക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മ്യൂസിയം CI ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവരെ ബലം പ്രയോഗിച്ച് അപ്പുറത്തേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, കുറച്ചുപേരെ കസ്റ്റഡിയിലെടുക്കുകയും വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാരിക്കേഡിന് അപ്പുറത്താണ് 100-ലധികം വരുന്ന DYFIയുടെ പ്രവർത്തകരുള്ളത്. കുറച്ചുപേർ മാത്രമാണ് ഇപ്പുറത്തേക്ക് കടന്നത്. അവരുമായി വലിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.